So, very good morning, my dear students. അറ്റൻഡൻസ് ഞാൻ എടുത്തോളാം. ക്ലാസ്സിൻ്റെ ഇടയിൽ വെച്ച് ഞാൻ അറ്റൻഡൻസ് എടുത്തോളാം. നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. 33 പേരേ ഉള്ളൂ. I don't know the reason. So we can start today's class. So in the last class നമ്മൾ നോക്കിയിരുന്നത് മെയിൻലി തിയറംസ് ആണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ നോക്കുകയുണ്ടായി. ഓംസ് ലോ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കി. പിന്നെ ക്ലാസ്സിൽ നമ്മൾ നോക്കി കിർച്ചോഫ്സ് ലോസ് എന്താണ് എന്നുള്ളത്. നമ്മൾ 2 കിർച്ചോഫ്സ് ലോസ് കണ്ടു. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോയും കണ്ടു, കിർച്ചോഫ്സ് കറന്റ് ലോയും കണ്ടു. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത് നമ്മളൊരു മെഷ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ടോട്ടൽ വോൾട്ടേജസ് ആഡ് ചെയ്യുമ്പോൾ, that is if you take in the algebraic sum will be equal to 0, which means that total EMF ന്റെ സം എന്ന് പറയുന്നത് ടോട്ടൽ ഡിസിപ്പേറ്റഡ് വോൾട്ടേജസിന് ഈക്വൽ ആയിരിക്കും. ഓർമ്മയുണ്ടാവില്ല എല്ലാവർക്കും. അതേപോലെ KCL എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു നോഡ് കൺസിഡർ ചെയ്യണമെങ്കിൽ, ഒരു നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്താ പറയുക, രണ്ട് കോമ്പണൻസ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സർക്യൂട്ടിനകത്ത് ഒരു നോഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ നോഡിനകത്തേക്കുള്ള ടോട്ടൽ കറൻസ്, ആ നോഡിലുള്ള ടോട്ടൽ കറണ്ടിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. വിച്ച് മീൻസ് ദാറ്റ് the total sum of the entering current will be equal to the sum of the leaving current. അപ്പം നമ്മൾ അത് KVLും KCLും നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സർക്യൂട്ടിനെ എങ്ങനെ നമുക്ക് KVLും KCLും ഉപയോഗിച്ച് അനലൈസ് ചെയ്യാം എന്നുള്ളതാണ്. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കറണ്ടുകളെയും അതിനകത്തുള്ള വോൾട്ടേജുകളെയും കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് പല കറണ്ടുകൾ ഉണ്ടാവും, പല വോൾട്ടേജുകൾ ഉണ്ടാവും. നിങ്ങൾക്കറിയാമല്ലോ, ഓരോ എലമെൻറ്റിന് കൂടിയും ഒരു പർട്ടിക്കുലർ കറണ്ട് ഉണ്ടാവും. ഓരോ എലമെൻറ്റിന് അക്രോസ് ആയിട്ടും നമുക്കൊരു പർട്ടിക്കുലർ വോൾട്ടേജും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കണ്ടുപിടിക്കുന്നതിന് ആണ്, ഒരു സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ അതെല്ലാം കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം ആ സർക്യൂട്ടിനെ നമുക്ക് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഉപയോഗിച്ചും അനലൈസ് ചെയ്യാം, കിർച്ചോഫ്സ് കറന്റ് ലോ ഉപയോഗിച്ചും അനലൈസ് ചെയ്യാം. അപ്പോൾ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഉപയോഗിച്ചാണ് അനലൈസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ അനാലിസിസിന് നമ്മൾ പറയുന്ന പേരാണ് മെഷ് അനാലിസിസ്. അതേ സർക്യൂട്ടിനെ തന്നെ നമുക്ക് കിർച്ചോഫ്സ് കറന്റ് ലോ ഉപയോഗിച്ചും അനലൈസ് ചെയ്യാം. അങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ അനാലിസിസിന് നമ്മൾ പറയുന്ന പേരാണ് നോഡ് അനാലിസിസ്. അപ്പോൾ പേരിൽ പറയുന്ന പോലെ തന്നെയാണ് മെഷ് അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓരോരോ മെഷുകളെയും ആയിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. എത്ര മെഷുകളുണ്ടോ അത്രയും മെഷുകളെ നമ്മൾ അനലൈസ് ചെയ്യണം. ഇപ്പം ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം, രണ്ടെണ്ണമാണെങ്കിൽ രണ്ടെണ്ണം, മൂന്നെണ്ണമാണെങ്കിൽ മൂന്നെണ്ണം. അപ്പോൾ ഓരോരോ മെഷിനെ ആയിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മെഷിലും നമ്മൾ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നോഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ അതേ സർക്യൂട്ട്, അതേ നെറ്റ്വർക്കിനെ തന്നെ നമുക്ക് നോഡ് അനാലിസിസ് ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര നോഡുകളുണ്ടോ ഓരോ നോഡിനെയുമാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയതാണ് എങ്ങനെ ഒരു സർക്യൂട്ടിനകത്ത് എങ്ങനെ മെഷ് ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ നോഡ് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ പ്രീവിയസ്ലി നോക്കിയതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മളുള്ള അനാലിസിസ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ മെഷ് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ വി ഹാവ് ടു ലുക്ക് ഇൻ ടു എ റൂൾ കോൾഡ് ക്രാമേഴ്സ് റൂൾ. ഇത് നിങ്ങൾ മാത്സിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു, ഇപ്പോൾ +2 ആണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള റൂളാണ് ക്രാമേഴ്സ് റൂൾ. സോ ക്രാമേഴ്സ് റൂൾ ഈസ് ആക്ച്വലി യൂസ്ഡ് ടു, or the Cramer's rule is used to solve, this is used to solve differential equation. This is used to solve differential equation. അപ്പം ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ക്രാമേഴ്സ് റൂൾ പഠിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ
എന്താ പറയുക, പ്ലസ് ടുവിനും പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ മാത്സിലും പഠിച്ചിട്ടുണ്ടാവും ക്രാമേഴ്സ് റൂൾ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ക്രാമേഴ്സ് റൂൾ എന്നുള്ളത് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷനെ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര അൺനോൺസ് ഉണ്ടോ അത്രയും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഞാനൊരു 2 അൺനോൺസിനെ സോൾവ് ചെയ്യാനാണ് പോകുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ എൻ്റെ അൺനോൺ എന്ന് പറയുന്നത് എക്സും വൈയും ആണ്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് ഒരു അൺനോൺ ആണ്, വൈ എന്ന് പറയുന്നത് ഒരു അൺനോൺ ആണ്. സോ യു ക്യാൻ കോൾ ദിസ് ആസ് അൺനോൺ ഓർ യു ക്യാൻ കോൾ ദിസ് ആസ് എ വേരിയബിൾ. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ എന്താണ്, ഈ വൈൻ്റെ വാല്യൂ എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തുണ്ട് നമുക്ക് വേറെ നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ട് A1, A2, B1, B2, C1, C2. ഇതെല്ലാം കോൺസ്റ്റൻസ് ആണ്. ഓൾ ദീസ് വാല്യൂസ് ആർ കോൺസ്റ്റൻസ്. അപ്പോൾ A1, A2, B1, B2, C1, C2 കോൺസ്റ്റൻ്റ് ആണ്. എക്സും വൈയും എന്ന് പറയുന്നത് അൺനോൺ ആണ് അഥവാ വേരിയബിൾ ആണ്. എക്സിനെയാണ് നമുക്ക് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഇതിപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് 2 അൺനോൺസേ ഉള്ളൂ, 2 ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പോൾ A1x + B1y = C1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. A2x + B2y = C2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. സോ ഐ ആം ഹാവിങ് 2 ഇക്വേഷൻസ്. 2 equations and 2 unknowns. So in this case I am having 2 equations and 2 unknowns. So what happens is that 2 equations, 2 unknowns means solution exists. നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്നതിന് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു തന്നിരിക്കുന്ന ഇക്വേഷനെ ആദ്യം മെട്രിക്സ് ഫോമിലേക്ക് മാറുകയും ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അൺനോൺസിനെ സോൾവ് ചെയ്യാനും പറ്റും എന്നുള്ള ആ ഒരു റൂളിനെയാണ് നമ്മൾ ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാനൊന്ന് നിങ്ങൾക്ക് റീകളക്ട് ചെയ്താൽ നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ആദ്യം നമ്മൾ മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതും. മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റൻസ് ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷനിലെ കോൺസ്റ്റന്റ് എന്താണ്? A1. രണ്ടാമത്തെ കോൺസ്റ്റന്റ് B1 അല്ലേ? അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ രണ്ടാമത്തെ ഇക്വേഷനിലെ കോൺസ്റ്റൻസ് ഏതൊക്കെയാണ്? A2, B2. അപ്പോൾ A1, B1, A2, B2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് മെട്രിക്സ് ആയിട്ട് എഴുതി. രണ്ടാമത്തെ മെട്രിക്സ് ആയിട്ട് എന്ത് എഴുതണം? നമ്മളുടെ അൺനോൺസ്. ഇത് നമ്മുടെ അൺനോൺസ് ആണ്, എക്സും വൈയും. റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 കോൺസ്റ്റൻസ് ഉണ്ട്, C1 ഉം C2. അപ്പോൾ അത് അപ്പുറത്തെ മെട്രിക്സ് ആയിട്ട് എഴുതുക, C1, C2. അപ്പോൾ നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണ് ഇത് താഴത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ അല്ലേ? അപ്പം ആദ്യത്തെ A1, B1, A2, B2 എന്ന് പറയുന്ന മെട്രിക്സിനെ ഞാൻ എക്സ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ലൈനിൽ എന്ത് കിട്ടും? A1x + B1y. അത് തന്നെയാണ് നമ്മുടെ മുകളിലുള്ളത്. അത് ഈക്വൽ ടു C1 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ താഴെ എഴുതിയിരിക്കുന്ന മെട്രിക്സ് റെപ്രസെൻറ്റേഷനും മുകളിൽ എഴുതിയിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റേഷനും രണ്ടും സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇതിനെ ഈ രീതിയിലുള്ള മെട്രിക്സ് ഫോമിലേക്ക് മാറ്റണം. എങ്ങനെയാണ് മാറ്റുന്നത്? എക്സിൻ്റെയും വൈൻ്റെയും കോയിഫിഷ്യൻസ് ഉണ്ടാവും. ഫസ്റ്റ് ഇക്വേഷനിൽ A1, B1 അതായിരിക്കും നിങ്ങളുടെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ. രണ്ടാമത്തെ ഇക്വേഷൻ്റെ A2, B2 എന്നുള്ളതാണ് നിങ്ങളുടെ കോയിഫിഷ്യൻസ്. അപ്പോൾ A2, B2 ആയിരിക്കും നിങ്ങളുടെ രണ്ടാമത്തെ റോ. പിന്നെ നിങ്ങൾ എക്സ് വൈ എന്നുള്ളത് ഒരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക, വിച്ച് ഈസ് ഈക്വൽ ടു C1, C2 എന്ന് പറയുന്ന ഒരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്സും വൈയും സോൾവ് ചെയ്യാം. അപ്പോൾ എക്സും വൈയും സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഞാൻ ആ ഇക്വേഷൻ ഞാൻ റെപ്രസെൻറ്റേഷൻ ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. A1, B1, A2, B2 ഇൻറ്റു എക്സ് വൈ ഈക്വൽ ടു C1, C2 എന്ന മെട്രിക്സ് ഫോം നമ്മുടെ അടുത്തുണ്ട്. ഇതിനകത്തുനിന്ന് എക്സും വൈയും നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡിറ്റർമിനൻസ് കാണണം. അപ്പോൾ ഏതൊക്കെ ഡിറ്റർമിനൻസ് കാണണം എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞാൽ താഴെ നമ്മൾ എഴുതിയിട്ടുണ്ട് A1, B1, A2, B2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഡിറ്റർമിനൻ്റ് വാല്യൂ ഓഫ് A1, B1, A2, B2 ദിസ് ഈസ് ജനറലി നോൺ ആസ് ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെട്രിക്സ്, അതായത് നമ്മൾ ഇക്വേഷനെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതിയപ്പോൾ നമുക്ക് A1, B1, A2, B2 എന്ന് കിട്ടിയില്ലേ, അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്.
ഡെൽറ്റ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എക്സ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഫൈൻഡ് എൻ അനദർ ഡിറ്റർമിനൻറ്റ് ഡെൽറ്റ 1. ഡെൽറ്റ 1 കാണാൻ എന്താ ചെയ്യാന്നറിയാം? ഈ ഡെൽറ്റയുടെ ഫസ്റ്റ് കോളമില്ലേ, ആ ഫസ്റ്റ് കോളത്തിന് നിങ്ങളുടെ മെട്രിക്സ് റെപ്രസെൻറ്റേഷനിലെ റൈറ്റ് ഹാൻഡ് സൈഡിലെ കോൺസ്റ്റൻസ് ഇല്ലേ, C1 C2, C1 C2 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ A1 A2 എന്നുള്ളതിന് പകരം ആ കോളത്തിൻ്റെ സ്ഥാനത്ത് C1 C2 കൊടുക്കുക, പിന്നെ B1 B2 കൊടുക്കുക. അപ്പോൾ ഡെൽറ്റ 1 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഡെൽറ്റ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ഡെൽറ്റ എന്ന് പറയുന്നത് നിങ്ങളുടെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ്. അപ്പോൾ A1 B1 A2 B2 ഓൾറെഡി ഉണ്ടല്ലോ, അതിന്റെ ഡിറ്റർമിനന്റ്. അതിനുശേഷം നിങ്ങളിപ്പം എക്സ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഡിറ്റർമിനന്റ് കാണണം, ഡെൽറ്റ 1. ആ ഡെൽറ്റ 1 എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഡെൽറ്റയിലെ എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് കോളം യു റീപ്ലേസ് വിത്ത് ദി കോൺസ്റ്റൻസ്. ഫസ്റ്റ് കോളത്തിനെ കോൺസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ C1 C2 A1 A2 സ്ഥാനത്ത് C1 C2 എന്ന്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ എക്സ് വിൽ ബി ഡെൽറ്റ 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. സോ എക്സ് സോൾവ് ചെയ്തു. രണ്ട് ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ C1 ഇൻറ്റു B2 മൈനസ് C2 ഇൻറ്റു B1. അറിയാലോ ഡിറ്റർമിനന്റ് കാണാൻ. താഴത്തെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കാണുക? A1 ഇൻറ്റു B2 മൈനസ് A2 ഇൻറ്റു B1. സോ വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് എക്സ്. ഇതുപോലെയാണ് നിങ്ങൾക്ക് ഇനി y കാണണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെയും നിങ്ങൾ ഇതുപോലെ തന്നെ രണ്ട് ഡിറ്റർമിനന്റ് കാണണം. ഡെൽറ്റ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട്. ഡെൽറ്റ 1 കണ്ട പോലെ യു ഹാവ് ടു ഫൈൻഡ് ഡെൽറ്റ 2. ഡെൽറ്റ 2 എങ്ങനെ കാണും? നിങ്ങളുടെ മെട്രിക്സിന്റെ രണ്ടാമത്തെ കോളത്തിനെ കോൺസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് A1 A2 സെക്കൻഡ് കോളം B1 B2 അല്ലേ, B1 B2ന്റെ സ്ഥാനത്ത് C1 C2. ഈ ഡിറ്റർമിനന്റ് ആയിരിക്കും ഡെൽറ്റ 2. അപ്പൊ നിങ്ങളുടെ y എന്തായിരിക്കും? ഡെൽറ്റ 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ഡെൽറ്റ നമുക്ക് ഓൾറെഡി അറിയാം, A1 B2 മൈനസ് B1 A2 ആണ്. ഡെൽറ്റ 2 മാറി B1ന്റെ സ്ഥാനത്ത് C1 C2 വന്നു. അപ്പൊ A1 ഇൻറ്റു C2 മൈനസ് A2 ഇൻറ്റു C1. സോ വി ആർ ഗെറ്റിംഗ് ദ സൊല്യൂഷൻ ഫോർ ദ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ആദ്യം മെട്രിക്സ് ഫോമിൽ എഴുതുക. അപ്പം മോൾ ഭാഗത്ത് കാണിച്ചിരിക്കുന്ന പോലെ A1 B1 A2 B2 ഇൻറ്റു എക്സ് വൈ ഈസ് ഈക്വൽ ടു C1 C2 എന്ന് കിട്ടി. അപ്പം നിങ്ങൾക്ക് എക്സും വൈയും സോൾവ് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഡെൽറ്റ എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒറിജിനൽ ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന മെട്രിക്സ് എന്താണ്, അതായത് A1 B1 A2 B2 എന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ആ ഡെൽറ്റ കൂടാതെ നിങ്ങൾ വേറെ രണ്ട് ഡിറ്റർമിനന്റ് കാണണം, ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം. ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള മെട്രിക്സിന്റെ ഫസ്റ്റ് കോളത്തിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുക? നിങ്ങളുടെ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കോൺസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. അതായിരിക്കും ഡെൽറ്റ 1. അത് കിട്ടിക്കഴിഞ്ഞാൽ ഡെൽറ്റ 1 ബൈ ഡെൽറ്റ ആയിരിക്കും എക്സിന്റെ വാല്യൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് y കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റ 2 കണ്ടുപിടിക്കണം. ഡെൽറ്റ 2 കാണാൻ വേണ്ടി എന്താ ചെയ്യുക? നിങ്ങളുടെ അടുത്തുള്ള ജനറൽ മെട്രിക്സിന്റെ രണ്ടാമത്തെ കോളത്തിനെ C1 C2 വെച്ച് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ 2 കിട്ടി. ആൻഡ് y വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. സംശയമില്ലല്ലോ. ഇത് നമുക്ക് എത്ര ഇക്വേഷൻസിൽ വേണമെങ്കിലും നമുക്ക് നീട്ടിക്കൊണ്ട് പോകാം. അപ്പോൾ നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് മാക്സിമം 3 വേരിയബിൾ വരെ നമുക്ക് എക്സാമിൽ ചോദിക്കുള്ളൂ. 2 വേരിയബിളാണ് സാറിന് ചോദിക്കുക, ചിലപ്പോൾ 3 വേരിയബിൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സെയിം സംഭവം തന്നെ നമുക്ക് 3 വേരിയബിളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 3 വേരിയബിൾസ് ഉണ്ട്, എക്സ് വൈ ഇസഡ്. ഈ 3 വേരിയബിൾസ്. A1 A2 A3 B1 B2 B3 C1 C2 C3 D1 D2 D3 എന്ന് പറയുന്ന എല്ലാം കോൺസ്റ്റൻസ് ആണ്. ഇവിടെ നമുക്ക് 3 വേരിയബിൾസ് ഉണ്ട്, 3 ഇക്വേഷൻസ് ഉണ്ട്, which implies solution exist. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിനെ നമുക്ക് മെട്രിക്സ് ഫോമിലേക്ക് എഴുതാൻ പോകുന്ന സമയത്ത് ഇപ്പം നമുക്ക് 3 വേരിയബിൾ ആണുള്ളത്. അപ്പം ഫസ്റ്റ് റോ എന്ന് പറയുന്നത് A1 B1 C1 ആയിരിക്കും. സെക്കൻഡ് റോ എന്ന് പറയുന്നത് A2 B2 C2 ആയിരിക്കും. തേർഡ് റോ എന്ന് പറയുന്നത് A3 B3 C3 ആയിരിക്കും. അതായിരിക്കും കറസ്പോണ്ടിങ് മെട്രിക്സ്. പിന്നെ നമുക്കൊരു കോളം മെട്രിക്സ് ഉണ്ടാവും, നമ്മുടെ വേരിയബിൾ എക്സ് വൈ സെഡ്.
നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ 3 കോൺസ്റ്റന്റ് വാല്യൂസ് ഉണ്ട്, D1, D2, D3. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കാം. എക്സ് കാണണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Δ1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. വൈ എന്ന് പറയുമ്പോൾ Δ2 ഡിവൈഡ് ബൈ ഡെൽറ്റ. ഇസഡ് എന്ന് പറയുമ്പോൾ Δ3 ഡിവൈഡ് ബൈ ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഈ A1, B1, C1, A2, B2, C2, A3, B3, C3 എന്നുള്ള ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. Δ1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ് കോളം എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡ് വെച്ച് റീപ്ലേസ് ചെയ്യണം. D1, D2, D3 റീപ്ലേസ് ചെയ്യണം. A1 വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് D1, D2, D3. ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് Δ1. അപ്പോൾ Δ1 ബൈ ഡെൽറ്റ ആയിരിക്കും എക്സ്, Δ2 ബൈ എക്സ് ആയിരിക്കും വൈ, Δ3 ബൈ ഡെൽറ്റ ആയിരിക്കും ഇസഡ്. അപ്പോൾ നമുക്ക് ആ 3 ഇക്വേഷൻസ് നമുക്ക് ഇവിടെ എഴുതാം. ഇത് എക്സ് എന്ന് പറയുന്നത് ദിസ് ഈസ് നത്തിങ് ബട്ട് എക്സ് ഈസ് ഈക്വൽ ടു Δ1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. രണ്ടെണ്ണം ഉള്ളത് 3ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ വിൽ ബി Δ2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. അതായത് നമ്മുടെ താഴത്തുള്ള മെട്രിക്സിന്റെ രണ്ടാമത്തെ കോളത്തിനെ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡായ D1, D2, D3 വെച്ച് റീപ്ലേസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് Δ2 കിട്ടും. അതേപോലെ ഇസഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇസഡ് വിൽ ബി ഈക്വൽ ടു Δ3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ഓക്കെ. അപ്പം ഈ ക്രാമേഴ്സ് റൂൾ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് എന്താ പറയുക, രണ്ടോ അതിലധികമോ മെഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മെഷ് അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അതിനകത്തുള്ള കറണ്ടുകളും വോൾട്ടേജുകളും അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ക്രാമേഴ്സ് റൂൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, അല്ലെങ്കിൽ ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ അടുത്തതിലേക്ക് പോകും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ നിങ്ങൾ പറഞ്ഞതെന്നുള്ളത്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഈ ക്രാമേഴ്സ് റൂൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമ്മളിവിടെ KVL എഴുതുന്ന സമയത്ത്, അതായത് KVL മെഷ് അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ മെഷ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ KVL എഴുതുമ്പം നമുക്ക് ഇതുപോലത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് കിട്ടുക. അപ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രാമേഴ്സ് റൂൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ മെഷ് അനാലിസിസിലേക്ക് പോവാണ്, ആരും ഡൗട്ടൊന്നും ചോദിക്കുന്നില്ല. സോ നൗ വി ക്യാൻ ടേക്ക് സിമ്പിൾ സർക്യൂട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ സിമ്പിൾ സർക്യൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ, അപ്പോൾ അത് തന്നിട്ട് നിങ്ങൾക്ക് 2 വോൾട്ടേജ് ഉണ്ട്, 10 വോൾട്ട്, 2 വോൾട്ട് എന്ന് പറഞ്ഞാൽ 2 EMFകളുണ്ട്, 2 റെസിസ്റ്റർ വാല്യൂസ് ഉണ്ട്, 10 ഓമും 12 ഓമും. ഇവിടെ നമുക്ക് ഈ ക്രാമേഴ്സ് റൂളിൻ്റെ ഒന്നും ആവശ്യം വരില്ല, നമുക്ക് ഓൾറെഡി മനസ്സിലായി. കാരണം എന്താ, നിങ്ങൾക്ക് ഒറ്റൊരു മെഷേ ഉള്ളൂ, മെഷും ലൂപ്പും എല്ലാമായിട്ട് നിങ്ങൾക്ക് ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ്, ഇതാദ്യം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഓരോരോ വോൾട്ടേജുകളുടെയും സൈൻ എടുക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക ഇതിനകത്ത്. ഒന്ന്, നിങ്ങളുടെ കറണ്ട് എൻ്റർ ചെയ്യുന്നത് ഏത് ടെർമിനലിലേക്കാണ് എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി ശ്രദ്ധിക്കുക. ഈ സൈൻ കൺവെൻഷൻ ക്ലിയർ ആയാലേ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 3 കേസുകൾ നമുക്ക് വരും. അത് ഞാൻ താഴത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ ഒരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കറണ്ട് എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ EMFനെ പോസിറ്റീവായിട്ട് എടുക്കണം, +E ആയിട്ട് എടുക്കണം. അതിന് പകരം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് നിങ്ങളുടെ കറണ്ട് എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കറസ്പോണ്ടിങ് EMFനെ നെഗറ്റീവായിട്ട് വേണം എടുക്കാൻ. ഓക്കെ. റെസിസ്റ്ററിൻ്റെ കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. എ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ യു ക്യാൻ ഡയറക്ട്ലി ടേക്ക് ദാറ്റ് ആസ് എ നെഗറ്റീവ് വോൾട്ടേജ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറണ്ട് നെഗറ്റീവ് ടെർമിനലിലേക്ക് ആണ് എൻ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്താ പറയുക, എനർജി തരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു സോഴ്സ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ +E ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിന് പകരം ഇപ്പോൾ ഒരു സോഴ്സിനകത്ത് തന്നെ ബാറ്ററി നമുക്കറിയാമല്ലോ 2 രീതിയിലും കണക്ട് ചെയ്യാം. അപ്പോൾ ബാറ്ററി തലകുത്തനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ കറണ്ട് എൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ EMF ആക്ച്വലി നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ -E എന്ന് എടുത്തിരിക്കുന്നത്. റെസിസ്റ്ററിൻ്റെ കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. റെസിസ്റ്റർ ഒരിക്കലും നമുക്ക് എനർജി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല, എനർജി ഡിസിപ്പേറ്റ് ചെയ്ത് കളയുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ
റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. So positive voltages shows that it is actually a source, and negative voltages shows that it is actually a sink. So that we can write here. That is, from this we can write, if the voltage is positive, it is actually a source, and if the voltage is negative, it is actually a sink. ഈ രണ്ട് ടെർമിനോളജി നമുക്ക് അറിഞ്ഞിരിക്കണം. സോഴ്സ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ കഴിവുള്ളതിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുന്നത്. സിങ്ക് എന്ന് പറഞ്ഞാലോ വോൾട്ടേജ് ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ സിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി നമ്മളുടെ ബാറ്ററി സോഴ്സുകൾ, ബാറ്ററീസ് എല്ലാം വോൾട്ടേജ് സോഴ്സുകളായിട്ട് കൺസിഡർ ചെയ്യാം. റെസിസ്റ്റർ മെയിൻലി റെസിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ അതൊരു സിങ്കിങ് കോമ്പണൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ നമുക്ക് ഈ മെഷിനെ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ താഴത്തെ കൊടുത്തിരിക്കുന്ന സൈൻ കൺവെൻഷൻ മനസ്സിലാക്കണം. ഞാനൊരു മെഷ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് ഒരു കറണ്ട് ഡയറക്ഷൻ അനലൈസ് ചെയ്യണം. ഓക്കെ, നിങ്ങളൊരു കറണ്ട് ഡയറക്ഷൻ അനലൈസ് ചെയ്യുക. അപ്പോൾ അധിക സമയവും നമ്മൾ കറണ്ട് ഡയറക്ഷൻ അനലൈസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് കറണ്ട് മൂവ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇവിടെയും ഞാൻ അനലൈസ് ചെയ്യാണ്, എൻ്റെ കറണ്ട് മൂവ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു മെഷ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത് എന്ന് നിങ്ങൾ അനുമാനിക്കണം. നിങ്ങൾക്ക് അറിയില്ല, ചിലപ്പോൾ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോകുന്നുണ്ടാവും, പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. അപ്പം ഈ 10 വോൾട്ടും 2 വോൾട്ടും എന്ന് പറയുന്നത് ഇത് രണ്ടും ഒപ്പോസിങ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുമ്പം 10 വോൾട്ടിൻ്റെ മൈനസ് പ്ലസ് ആണ് വരുന്നത്. പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും 2 വോൾട്ടിൻ്റെ പ്ലസും മൈനസും ആണ് വരുന്നത്. അപ്പം മൈനസ് പ്ലസ് മൈനസിന് 2 വോൾട്ടേജുകൾ കണക്ട് ചെയ്യണം. അതായത് എനിക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് ഇങ്ങനെയും ഒരു വോൾട്ടേജ് സോഴ്സ് ഇതുപോലെ തന്നെ കൊടുത്തു. അപ്പോൾ ഇത് ഒരു 2 വോൾട്ടും ഇതൊരു 5 വോൾട്ടും ആണെങ്കിൽ ദിസ് വിൽ ബി ഈക്വലൻ ടു, രണ്ടും മൈനസ് പ്ലസ് ആണ്. സോ ദേ വിൽ ഗെറ്റ് ആഡ്. So I will be getting the total voltage as 2 plus 5, which is equal to 7 volt. അതിന് പകരം നിങ്ങളുടെ അടുത്തുള്ളത് ഇങ്ങനെ ഒരു 5 വോൾട്ടും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഉള്ള ഒരു 2 വോൾട്ടും ആണ്. ഓപ്പോസിറ്റ് ആണ്, മൈനസ് പ്ലസ് മൈനസ്. സോ ദിസ് വിൽ ബി ഈക്വലൻ ടു എ 3 വോൾട്ട് മൈനസ്. അത് കാരണം സബ്ട്രാക്ട് ആയി പോകും, കാരണം ഓപ്പോസിറ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാറ്ററിയിലാണെങ്കിലും ക്ലോക്കിലാണെങ്കിലും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടോയ് കാർസ് എല്ലാം കണ്ടിട്ടില്ലേ, അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് മൈനസ് പ്ലസ് അങ്ങനെ കണക്ട് ചെയ്യുള്ളൂ. കാരണം അങ്ങനെയാകുമ്പോൾ 1.5 വോൾട്ടും കൂടി നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് 1.5 + 1.5 3 വോൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അതിന് പകരം നിങ്ങൾ തല കുത്തനെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസ് വർക്ക് ചെയ്യില്ല. കാരണം എന്താ, നമ്മൾ ഓപ്പോസിറ്റാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. 1.5 വോൾട്ട് 1.5 വോൾട്ട് 2 ബാറ്ററി, എഫക്റ്റീവ് EMF എന്ന് പറയുന്നത് 0 പോകും. അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 2 രീതിയിൽ എനിക്ക് ബാറ്ററീസ് തന്നെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. മൈനസ് പ്ലസ് അല്ലെങ്കിൽ പ്ലസ് മൈനസ് എന്ന രീതിയിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ അത് സം ചെയ്ത് കിട്ടും. പ്ലസും മൈനസും ഓപ്പോസിറ്റ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ അസ്യൂം ചെയ്തു. ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, താഴെ കൊടുത്ത 3 കാര്യങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ കറണ്ട് എൻ്റർ ചെയ്യുന്നത് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കാണെങ്കിൽ നമ്മൾ അതിനെ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് എൻ്റർ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. റെസിസ്റ്ററിലേക്ക് എൻ്റർ ചെയ്യുന്നതിനെല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നോക്കാം, ഫസ്റ്റത്തെ ഡിവൈസ് എടുക്കുന്നത് 10 വോൾട്ട് ബാറ്ററിനെയാണ്. ആ 10 വോൾട്ട് ബാറ്ററിയിൽ ഇപ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് മൂവ് ചെയ്യുന്നത് കൊണ്ട് കറണ്ട് 10 വോൾട്ട് ബാറ്ററിയിലേക്ക് വന്ന് കയറുക ചെയ്യുന്നത്. കറണ്ട് ഇങ്ങനെയാണ് അല്ലേ, കറണ്ട് ഇങ്ങനെ. അപ്പോൾ കറണ്ട് 10 വോൾട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് എൻ്റർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ പൊട്ടൻഷ്യലിനെ പോസിറ്റീവായിട്ട് എടുക്കണം. സോ ഐ വിൽ ബി റൈറ്റിംഗ് ദിസ് ആസ് പ്ലസ് 10 വോൾട്ട്. ഓക്കെ, പിന്നെയോ ഈ 10 ഓമിലേക്കാണ് വരുന്നത്. 10 ഓമിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെസിസ്റ്ററിലേക്ക് വരുന്നത്, റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജുകളെല്ലാം ഡിസിപ്പേറ്റിംഗ് വോൾട്ടേജാണ്. അപ്പോൾ ഡിസിപ്പേറ്റിംഗ് വോൾട്ടേജ് എല്ലാം മൈനസാണ്. അപ്പം
10 ഇൻറ്റു ഐ ആണ് ഈ വോൾട്ടേജ്. പിന്നെ ഒറ്റയടിക്ക് ഞാൻ വോൾട്ടേജ് എഴുതുന്നില്ല, കൺഫ്യൂഷൻ മാറ്റുന്നത് മിനിറ്റ്. ഞാൻ എഴുതാണ് ആ വോൾട്ടേജ് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് V10. V10 എന്ന് പറഞ്ഞാൽ 10 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. 12 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിസിപ്പേറ്റിംഗ് വോൾട്ടേജ് ആണ് -V12. സംശയമില്ല. പിന്നെ ഈ കറണ്ട് വന്ന് കയറുന്നത് ഇവിടെ 2 വോൾട്ടിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ്. അപ്പോൾ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ നെഗറ്റീവ് വോൾട്ടേജ് ആയിട്ട് എഴുതുന്നത്, രണ്ടാമത്തെ റോള്. അപ്പോൾ എന്ത് കിട്ടും? -2. KVL ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇതെല്ലാം ഒരു ഇവിടുന്ന് ഞാൻ പുറപ്പെട്ടു അല്ലേ, ഇവിടുന്ന് ഞാൻ പുറപ്പെട്ടു. ആദ്യം ഞാൻ ഈ 10 വോൾട്ടിന് നെഗറ്റീവിലേക്ക് വന്നു, ഞാൻ അതിനെ -10 എഴുതി. 10 ഓമിന് അക്രോസ് വന്നു, ആ വോൾട്ടേജിനെ V10 എന്ന് എഴുതി. 12 ഓമിന് അക്രോസ് വന്നു, ആ വോൾട്ടേജിനെ -V12 എന്ന് എഴുതി. പിന്നെ ഞാൻ വന്നത് 2 വോൾട്ട് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കാണ്. പോസിറ്റീവിലേക്ക് വന്നതുകൊണ്ട് അതിനെ വീണ്ടും -2 എന്ന് എഴുതി. വീണ്ടും ഞാൻ കറങ്ങി ഈ നീല ഡോട്ട് എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചെത്തി. അപ്പം ഒരു ലൂപ്പിനകത്തുള്ള എല്ലാ വോൾട്ടേജസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. ദിസ് ഇസ് ആസ് പെർ KVL. അപ്പോൾ നമ്മൾ ഈ മെഷീനകത്ത് നമ്മൾ KVL തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സംശയമില്ലല്ലോ, നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരുന്നു ഇങ്ങനെ. അതിനകത്ത് നമ്മൾ വോൾട്ടേജ് ഇതുപോലെ തന്നെ നമ്മൾ എഴുതുക ഉണ്ടായത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ എക്സ്ട്രാ ആയിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് സൈൻ കൺവെൻഷൻ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു കറണ്ടിൻ്റെ ഡയറക്ഷൻ അസ്യൂം ചെയ്യണം. ആ കറണ്ട് നിങ്ങളുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജിനെ പോസിറ്റീവായിട്ട് എടുക്കണം. നിങ്ങളുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഒരു നെഗറ്റീവായിട്ട് വോൾട്ടേജ് ആയിട്ട് എടുക്കണം. റെസിസ്റ്ററിൽ അക്രോസ് ഉള്ള വോൾട്ടേജുകളെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ നമുക്കിതിനെ വീണ്ടും എഴുതാം +10 മൈനസ് V10 എന്ന് പറഞ്ഞാൽ 10 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. നമുക്കറിയാം V = I × R ആണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ 10, കറണ്ടിൻ്റെ വാല്യൂ I, അത് നമുക്കറിയത്തില്ല, I മൈനസ് V12 എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 12, കറണ്ടിൻ്റെ വാല്യൂ I, -2 = 0. ഓക്കെ. അപ്പോൾ 10, so we are having -10I -12I +10 - 2 is +8 is equal to 0. അപ്പോൾ നമ്മളിതിനെ 2 കൊണ്ട് ടോട്ടലി ഡിവൈഡ് ചെയ്യാം. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 5I + 6I -8 is equal to 0. അല്ലെങ്കിൽ 11I -8 equal to 0. 11I is equal to 8. I is equal to 11 divided by 8 എന്ന വാല്യൂ കിട്ടി. 11 divided by 8. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ നമ്മൾ 11 divided by 8 ചെയ്യുകയാണെങ്കിൽ you will get it as 1.375. അല്ല കേട്ടോ, സോറി, ഇവിടെ മാറിപ്പോയി. 8 നമ്മൾ ഡിവൈഡ് ചെയ്തില്ലല്ലോ, ഇത് 4 ആണ്. 4. This is 4. ഞാൻ ടോട്ടൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ ഇത് 4 ആണ് വരിക. അപ്പോൾ 11 - 4, ദിസ് ഇസ് 4. I is 4/11 വരും. I is equal to 4 divided by 11. I is equal to 4 divided by 11. തെറ്റിപ്പോയതാണ്. 4 divided by 11 is equal to 0.36. ഇത്രയും ആംബിയർ ആണ് നിങ്ങളുടെ കറണ്ട്. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്രാമേഴ്സ് റൂളിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, നമുക്ക് വേണമെങ്കിൽ V10 കണ്ടുപിടിക്കാം. V10 എന്ന് പറയുന്നത് -10I ആണ്. I നമുക്കറിയാം
0.36. So this is equal to minus 3.6 volt. V12 അത് നമുക്കറിയാം -12 ഇൻറ്റു ഐ ആണ്. -12 ഇൻറ്റു 0.36. അപ്പം 12 into 0.36 is 4.32. So this value is minus 4.32 volt. അപ്പോൾ നമുക്ക് V12 കണ്ടുപിടിച്ചു, V10 കണ്ടുപിടിച്ചു, ടോട്ടൽ കറണ്ട് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിനകത്ത് അറിയാത്തതായിട്ടൊന്നുമില്ല, എല്ലാ പാരാമീറ്ററും എല്ലാം നമുക്ക് കണ്ടുപിടിച്ചു, നമുക്ക് അറിയാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ KVL ഇക്വേഷൻ എഴുതുമ്പോൾ ആകെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കറണ്ട് എൻ്റർ ചെയ്യുന്നത് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കാണെങ്കിൽ അത് പോസിറ്റീവ് വോൾട്ടേജ് ആയിട്ട് എടുക്കണം. ബാറ്ററിയുടെ പോസിറ്റീവിലേക്കാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് വോൾട്ടേജ് എടുക്കണം. റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എല്ലാം നെഗറ്റീവ്. എനി ഡൗട്ട്സ്? ക്ലിയർ ആണോ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഒരു മെഷ് എടുക്കുകയാണ്, ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്കിപ്പോൾ ആദ്യം കണ്ടതിൻ്റെ അത്ര സിമ്പിൾ അല്ല, കാരണം ഇവിടെ നമുക്ക് 2 മെഷുകളുണ്ട് അല്ലേ, നമുക്ക് 2 മെഷുണ്ട്. അപ്പോൾ നമുക്ക് ആ 2 മെഷ്, നമുക്ക് ഇതിനെ A, B, C, D, E, F എന്ന് എഴുതും. അപ്പോൾ ഇതൊരു മെഷാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഒരു കറണ്ട് പോകുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിലൊരു കറണ്ട് മാർക്ക് ചെയ്യുക, I1. ഇതൊരു മെഷല്ലേ, ഇതിലെ പോകുന്ന കറണ്ട് വേറെയാണ്. അപ്പോൾ ഇവിടെ ഒരു വേറെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് മാർക്ക് ചെയ്യുക. യു മാർക്ക് ദിസ് ആസ് I2. രണ്ടും 2 കറണ്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, യു ടേക്ക് ദ മെഷ്, ഫസ്റ്റ് മെഷ് എടുക്കുക, A, B, E, F. A, B, E, F എന്ന മെഷ് എടുക്കാം. A, B, E, F എന്ന മെഷ് എടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്നുകൂടെ മാറ്റി വരയ്ക്കാം. ഇത് 12 വോൾട്ട്, ഇത് 4, ഇത് 8 അല്ലേ. ഈ 4ൽ കൂടെ പോകുന്ന കറണ്ടിനെ നമുക്ക് സംശയമില്ല. ഈ 4ൽ കൂടെ പോകുന്ന കറണ്ട് I1 ആണ്. 4ൽ കൂടെ പോകുന്ന കറണ്ട് I1 ആണ്. 8ൽ കൂടെ പോകുന്ന കറണ്ട് I1 ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം 8ലൂടെ പോകുന്ന കറണ്ട് I1 എന്ന കറണ്ട് ബിയിൽ നിന്നും ഇയിലേക്ക് പോകുന്നുണ്ട്. I2 എന്നൊരു കറണ്ട് ഇയിൽ നിന്നും ബിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മാറ്റി വരയ്ക്കാം. ഞാൻ ആ 8 ഓം ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ, ഇത് നിങ്ങളുടെ 8 ഓം ആണെങ്കിൽ I1 എന്ന കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, I2 എന്ന കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മെഷ് I1ൻ്റെ മെഷാണ്. ABEF എന്ന് പറയുമ്പോൾ അതിലെ മെയിൻ കറണ്ട് എന്ന് പറയുന്നത് I1 ആണ്. അപ്പം ഞാൻ 8ന് അക്രോസ് ഉള്ള കറണ്ട് എടുക്കുന്ന സമയത്ത് എപ്പോഴും I1 I2നേക്കാളും കൂടുതലാണെന്ന് എടുക്കണം. അപ്പം I1 എന്നുള്ളത് മുകളിൽ നിന്ന് താഴേക്കും, I2 എന്നുള്ളത് താഴെ നിന്ന് മുകളിലേക്കും ആയതുകൊണ്ട് എഫക്റ്റീവ് കറണ്ട് എന്ന് പറയുന്നത് I1ൻ്റെയും I2ൻ്റെയും ഡിഫറൻസ് ആണ്. എഫക്റ്റീവ് കറണ്ട് എന്ന് പറയുന്നത് I1ൻ്റെയും I2ൻ്റെയും ഡിഫറൻസ് ആണ്. കാരണം ഒരു കറണ്ട് മുകളിൽ നിന്ന് താഴേക്കും, ഒരു കറണ്ട് താഴെ നിന്ന് മുകളിലേക്കും. അപ്പോൾ അത് നമ്മൾ സബ്ട്രാക്ട് ആയി പോകും. അപ്പം നിങ്ങൾ ഫസ്റ്റ് മെഷ്, ഇപ്പം ഞാൻ ABEF അഥവാ I1ൻ്റെ മെഷ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഇതിലേ പോകുന്ന കറണ്ടിൽ I1 ആണ് കൂടുതൽ എന്നേ അസ്യൂം ചെയ്യാവൂ. അപ്പോൾ നിങ്ങൾ എന്തെഴുതേണ്ടി വരും? ഇതിലേ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത്, സോ ദ എഫക്റ്റീവ് കറണ്ട് ഇസ് I1 minus I2 when you are considering mesh 1. അപ്പോൾ ഇതിലേ പോകുന്ന കറണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. ആ കറണ്ട് എന്ന് പറയുന്നത് I1 മൈനസ് I2 ആണ്. I1 മൈനസ് I2 ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് നമുക്ക് ഇവിടെ എന്താ പറയുക, അനാലിസിസ് നമുക്ക് നേരിട്ട് KVL ഇവിടെ അപ്ലൈ ചെയ്യാം. I1 എന്ന കറണ്ട് 12 വോൾട്ടിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് വരുന്നത്. സോ ദ വോൾട്ടേജ് ഈസ് +12. കറണ്ട് വരുന്നത് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക്, അപ്പോൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കണം. ഇനി നമുക്ക് എഴുതാൻ എളുപ്പമാണ്, കാരണം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എല്ലാം നെഗറ്റീവാണ്. അപ്പം -4 × 4ൽ കൂടെ പോകുന്ന കറണ്ട്, 4ൽ കൂടെ ഏത് കറണ്ട് മാത്രമേ പോകുന്നുള്ളൂ?
I1 മാത്രമേ പോകുന്നുള്ളൂ. മൈനസ് 8 ഇൻറ്റു 8ലൂടെ ഏത് കറണ്ടാണ് പോകുന്നത്? I1ഉം പോകുന്നുണ്ട്, I2ഉം പോകുന്നുണ്ട്. അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മെഷ് 1 എടുക്കുന്ന സമയത്ത് I1 I2നേക്കാളും കൂടുതലാണെന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ ആ ഡിഫറൻസ് കറണ്ട് എന്ന് പറയുന്നത് I1 മൈനസ് I2, 8 ഇൻറ്റു I1 മൈനസ് I2. ഈ ടോട്ടൽ വാല്യൂ 0. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? 12 മൈനസ് -4I1 minus 8I1 is minus 12I1. പിന്നെ I2 ടേം ഉള്ളത് -8ഉം -I2 കൂടി ആകുമ്പോഴത്തേക്കും പ്ലസ് ആവും. പ്ലസ് 8I2 ഈസ് ഈക്വൽ ടു 0. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ 12I1 മൈനസ് 8I2 ഈസ് ഈക്വൽ ടു 12. അഥവാ നമുക്കിപ്പോൾ വേണമെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3I1 മൈനസ് 2I2 ഈക്വൽ ടു 3. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഇക്വേഷൻ അവിടെ കിട്ടി അല്ലേ? യു ആർ ഗെറ്റിംഗ് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ ഈസ് 3I1 minus 2I2 is equal to 3. This is your first equation. അപ്പോൾ ഞാൻ ആ മെഷ് എടുത്തു. ആ മെഷിനകത്ത് ഞാൻ KVL അപ്ലൈ ചെയ്തു. അപ്പോൾ 12 എന്നുള്ള പൊട്ടൻഷ്യലിലേക്ക് അതിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് എൻ്റർ ചെയ്യാവുന്നത്. അപ്പം ഞാൻ പോസിറ്റീവ് വോൾട്ടേജ് എടുക്കണം. റെസിസ്റ്ററിലുള്ളതെല്ലാം നെഗറ്റീവ് വോൾട്ടേജ്. അപ്പോൾ -4I1 മൈനസ് 8 ഇൻറ്റു മെഷ് 1 ആയതുകൊണ്ട് I1 മൈനസ് I2 ഈക്വൽ ടു 0. അപ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്തു. -4I1 മൈനസ് 8I1 ഈസ് മൈനസ് 12I1 പ്ലസ് 8I2. അപ്പം 12I1 മൈനസ് 8I2 ഈക്വൽ ടു 12. അതിന് ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്കും 3I1 മൈനസ് 2I2 ഈസ് ഈക്വൽ ടു 3 കിട്ടിയില്ലേ? ഇനി അതുപോലെ നമുക്ക് രണ്ടാമത്തെ മെഷിൻ്റെ ഇക്വേഷൻസ് എഴുതാം. രണ്ടാമത്തെ മെഷിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മെഷ് ഈസ് മെഷ് BCDE. അപ്പോൾ നമുക്കൊരു 5 ohm ഉണ്ട്, ഇത് 6 volt ഉണ്ട്, പിന്നുള്ളത് 8. അപ്പോൾ ഇത് 8, ഇത് 5, ഇത് 6. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് I2. അപ്പം 8ലൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I2 വലുതാക്കി എടുക്കണം. അപ്പോൾ ഈ കറണ്ട് ഇങ്ങനെ പോകും. 8 കൂടെ പോകുന്ന കറണ്ട് I2 മൈനസ് I1. ഫസ്റ്റ് മെഷ് കൺസിഡർ ചെയ്തപ്പം അത് മാത്രമേ ആലോചിക്കേണ്ടുള്ളൂ. ഫസ്റ്റ് മെഷ് കൺസിഡർ ചെയ്തപ്പം 8 കൂടെ പോകുന്ന കറണ്ടിന് ഞാൻ I1 മൈനസ് I2 എന്ന് എഴുതി. രണ്ടാമത്തെ മെഷ് കൺസിഡർ ചെയ്തപ്പോൾ 8 കൂടെ പോകുന്ന കറണ്ടിന് I2 മൈനസ് I1 എന്ന് കൺസിഡർ ചെയ്തു. 5 കൂടെ പോകുന്ന കറണ്ടിന് ഞാൻ കൺഫ്യൂഷൻ ഒന്നുമില്ല. 5 കൂടെ ഏത് മാത്രമേ പോകുള്ളൂ? I2 മാത്രമേ പോകുള്ളൂ. അപ്പോൾ നമുക്കിവിടെ KVL അപ്ലൈ ചെയ്യാമല്ലോ. സോ ഓൺ അപ്ലൈയിങ് KVL, ഓക്കെ, നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മുതൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം. അല്ലെങ്കിൽ 5I2 എഴുതാം. -5I2. റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് നെഗറ്റീവ് ആയിരിക്കും. -5I2. ഇനി 6 വോൾട്ട് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കാണ് വരുന്നത്. പോസിറ്റീവിലേക്ക് വന്ന് നെഗറ്റീവ് ആണെന്ന് പഠിച്ചു. അപ്പം -6, പിന്നെ നമ്മളുടെ റെസിസ്റ്ററിൽ 8 അല്ല, -8 ഇൻറ്റു I1 മൈനസ് I2 അല്ല, I2 മൈനസ് I1 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ആദ്യമുള്ള ടേം -8ഉം -I1 എന്ന് പറയുമ്പോൾ 8I1 -5I2 -8I2 ഈസ് -13I2 -6 ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ 8I1 -13I2 ഈസ് ഈക്വൽ ടു 6. ഓക്കെ, -5I2 -6 -8 ഇൻറ്റു I2 മൈനസ് I1. 8I1 -13I2 -6 ഈക്വൽ ടു 0. 6നെ അപ്പുറേ കൊണ്ടുപോയി. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി.
8i1 minus 13i2 is equal to 6. This is your second equation. നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും? 3i1 മൈനസ് 2i2 ആണ്. അപ്പം 3 മൈനസ് 2 ആണ് ഫസ്റ്റ് രണ്ട് റോ. സെക്കൻഡ് റോ എന്ന് പറയുന്നത് 8 മൈനസ് 13 ഇൻറ്റു i1 i2 ഈസ് ഈക്വൽ ടു 3 6. മെട്രിക്സ് ഫോമിലേക്ക് നമ്മളതിനെ മാറ്റി എഴുതി. ഇനിയിപ്പോൾ എന്ത് കണ്ടുപിടിക്കുക? അത് ക്രാമേഴ്സ് റൂൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. രണ്ട് ഇക്വേഷനും നമ്മൾ അതിനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതി. അത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. കോയിഫിഷ്യൻസിന് എടുത്ത് എഴുതിയാൽ മതി. 3ഉം മൈനസ് 2ഉം ആണ് ആദ്യത്തെ രണ്ട് കോയിഫിഷ്യൻ്റ്. രണ്ടാമത്തെ ഇക്വേഷനിലെ കോയിഫിഷ്യൻ്റ് 8ഉം മൈനസ് 13ഉം ആണ്. i1 i2 റൈറ്റ് ഹാൻഡ് സൈഡിൽ 3ഉം 6ഉം. അപ്പോൾ നമുക്കിനി ഡെൽറ്റയാണ് കാണേണ്ടത്. ആദ്യം ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ്, അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് 3 മൈനസ് 2 8 മൈനസ് 13 which is equal to 3 into minus 13 plus 8 into minus 2. So നമുക്ക് ചെയ്ത് നോക്കാം. 3 into minus 13 plus 8 into minus 2. So the value is minus 55. So your delta value is minus 55. In delta 1 കാണാം. ഡെൽറ്റ 1 കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡെൽറ്റയുടെ ഫസ്റ്റ് കോളത്തിനെ റൈറ്റ് ഹാൻഡ് സൈഡ് വെച്ച് റീപ്ലേസ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് സൈഡ് 3 6 ആണ്. അപ്പോൾ 3 6 മൈനസ് 2 മൈനസ് 13 ഡിറ്റർമിനൻ്റ് കണ്ടാൽ മതി. വിച്ച് ഈസ് 3 ഇൻറ്റു മൈനസ് 13 പ്ലസ് 6 ഇൻറ്റു മൈനസ് 2. So 3 into minus 13 plus 6 into minus 2. The answer is minus 51. So your delta 1 is minus 51. Now go to delta 2. Delta 2 എങ്ങനെയാണ്? അതേ ഡിറ്റർമിനൻറ്റിൻ്റെ രണ്ടാമത്തെ കോളം മാറ്റാം മെട്രിക്സിൻ്റെ. ഫസ്റ്റ് കോളം 3 8 തന്നെ ആയിരിക്കും. രണ്ടാമത്തെ സ്ഥലത്ത് മൈനസ് 2 13ൻ്റെ സ്ഥാനത്ത് 3 6 വരും. വിച്ച് ഈസ് ഈക്വൽ ടു 3 into 6 minus 3 into 8. 18 minus 24. The value is minus 6. അപ്പോൾ നമുക്ക് കിട്ടി വാല്യൂസ്. ഇനി നമുക്ക് നേരിട്ട് എന്ത് കാണാം? i1 i2 കണ്ടൂടെ? i1 എന്താണ്? ഡെൽറ്റ 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ഡെൽറ്റ 1 is minus 51. Delta is minus 55. So 51 by 55 is 0.93. 0.93 amperes. I1 getting. So what is I2? I2 is delta 2 by delta. Delta 2 എത്രയായിരുന്നു? minus 6. Delta എത്രയാ? minus 55. So 6 divided by 55 is 0.11. The value is 0.11 amperes. So we got the value of I1, we got the value of I2. അപ്പോൾ ഇതാണ് ആക്ച്വലി വാട്ട് യു മീൻ ബൈ മെഷ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിപ്പം രണ്ട് മെഷസ് ആണ് ഇതിനകത്തുള്ളത്. ഒരു മെഷും കൂടെ വരുമ്പോൾ നമുക്ക് 3 മെഷിലും KVL അപ്ലൈ ചെയ്യേണ്ടി വരും. 3 ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ എഴുതുന്ന മെട്രിക്സ് ഫോമിലേക്ക് എഴുതി കഴിഞ്ഞാൽ മെട്രിക്സ് ഒരു 3/3 മെട്രിക്സ് ആവും. അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. ഡെൽറ്റ കാണണം, ഡെൽറ്റ 1 കാണണം, ഡെൽറ്റ 2 കാണണം, ഡെൽറ്റ 3 കാണണം. I1 എന്ന് പറയുന്നത് ഡെൽറ്റ 1 ബൈ ഡെൽറ്റ, I2 എന്ന് പറയുന്നത് ഡെൽറ്റ 2 ബൈ ഡെൽറ്റ, I3 എന്ന് പറയുന്നത് ഡെൽറ്റ 3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. അപ്പം ദിസ് ഈസ് ആക്ച്വലി വാട്ട് ഈസ് മെഷ് അനാലിസിസ്. എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
അങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ ദി 10 ohm റെസിസ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10 ohm റെസിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ സെയിം ഇക്വേഷൻ എടുക്കുന്നു. നമുക്ക് 2 മെഷുകളുണ്ട്. ഇത് ഞാൻ കുറച്ച് പെട്ടെന്ന് ചെയ്യുവേ, കാരണം ആദ്യത്തെ പ്രോബ്ലം ചെയ്യുമ്പോഴേ വളരെ പതുക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, നിങ്ങൾ പിക്കപ്പ് ചെയ്യാനായിട്ട്. 2 കറണ്ട് ഉണ്ട്, I1 ഉം I2. 10 ohmiൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 10 ohm കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ I1 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാനിവിടെ മെഷിന് പേര് കൊടുക്കുകയാണ്, ABCDEF. അപ്പോൾ വി ആർ ഗോയിങ് ടു അപ്ലൈ KVL to mesh ABEF. മറ്റേ ഇനി മുന്നത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, ഡെൽറ്റ 2ന്റെ അവിടെ പ്ലസ് അല്ലേ വരുള്ളൂ? ഡെൽറ്റ 2 3 × 6 പ്ലസ് അല്ലേ വരുള്ളൂ? അല്ല, ഡിറ്റർമിനന്റ് കാണുമ്പോൾ നമ്മൾ മൈനസ് അല്ലേ ചെയ്യുന്നത്? ഓ സോറി. അപ്പൊ എനിക്ക് ഇവിടെ മാറിപ്പോയതാ. ഓക്കെ, ഇവിടെയാണ് മാറിപ്പോയത്, അതിനല്ല മാറിപ്പോയത്, മുകളിലാണ് മാറിപ്പോയത്. ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ദിസ് ഈസ് 3 × -13. ദിസ് ഈസ് മൈനസ്. ഓക്കെ, നന്നായിട്ടോ പറഞ്ഞത്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. 3 × -13 ഡിറ്റർമിനന്റ് ആകുമ്പോഴത്തേക്കും ഇതേ മൈനസ് ഇത് എന്നല്ലേ. അപ്പൊ ഇവിടെ മൈനസ് വരാം, -8 × -2 എന്നാ വരാം. ഇവിടെയും -6 × -2 എന്നാ വരാം. ഇവിടെ കറക്റ്റാ, 3 × 6 -3 × 8. അപ്പൊ ആദ്യത്തേതിലാണ് വ്യത്യാസം വരുന്നത്. ആദ്യത്തേതിൽ എന്ത് വരും? 39 - 16 23 ആണ്. ഇവിടുത്തെ -55 എന്നുള്ള വാല്യൂ വ്യത്യാസമുണ്ട്. ഇതെല്ലാം ആയിക്കട്ടെ. ഇതെല്ലാം മാറും. പറഞ്ഞാൽ നന്നായിട്ടോ. അതിപ്പം ഞാനിങ്ങനെ ചെയ്തു വരുമ്പോഴേ തെറ്റുകൾ പറ്റിപ്പോകും. അപ്പം നിങ്ങൾ ഇത് കൂടെ ചെയ്യുമ്പോഴേ എന്ത് മനസ്സിലാവുള്ളൂ. അപ്പം ഞാനത് ഒന്നുകൂടെ ചെയ്യാം. അന്നേരം മൈനസ് വിട്ടുപോയതാണ്. അപ്പോൾ -39 + 16 വരും. സോ ദ വാല്യൂ വിൽ ബി -23. സോ ദിസ് ഈസ് -23. മറ്റേതാകുമ്പോഴോ -39 + 12 എന്ന് വരും, which will be -27. This value is -6. അത് തെറ്റില്ല. ഡെൽറ്റ 1 എന്ന് I1 എന്ന് പറയുന്നത് ഡെൽറ്റ 1 ഈസ് -27, ഡെൽറ്റ ഈസ് -23. (27/23) is 1.18 amperes. ഡെൽറ്റ 2 എന്ന് പറയുന്നത് -6, ഡെൽറ്റ എന്ന് പറയുന്നത് -23. അപ്പോൾ 6/23 0.26 0.26 ആംപിയേഴ്സ്. ശരിയായില്ലേ? കറക്റ്റ് അല്ലേ? ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയഗണൽ ആയിട്ടുള്ള വാല്യൂ 3 × -13 -8 × -2 ആണ്. ഞാൻ ആ മൈനസിന് അവിടെ പ്ലസ് എഴുതി അറിയാതെ. ഡിറ്റർമിനന്റിൽ എല്ലാം സബ്ട്രാക്ഷൻ ആണ്. സോ ഈസ് ഇറ്റ് ക്ലിയർ? തെറ്റില്ലല്ലോ? കറക്റ്റ് അല്ലേ? നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓൾറെഡി 2 കറണ്ട് ഞാനിവിടെ എടുത്തു. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലൂപ്പിലേക്ക് നമുക്ക് KVL അപ്ലൈ ചെയ്യാം. ആ കറണ്ട് എൻ്റർ ചെയ്യുന്നത് 20 വോൾട്ടിന്റെ നെഗറ്റീവിലേക്കാണ്. അപ്പോൾ +20 -10 ohmiൽ കൂടെ പോകുന്ന കറണ്ട് I1 മാത്രമേ ഉള്ളൂ. അപ്പം -10 I1 -4 ohmiൽ കൂടെ പോകുന്ന കറണ്ട് I1 മുകളിൽ നിന്ന് താഴേക്കും I2 താഴെ നിന്ന് മുകളിലേക്കുമാണ്. അപ്പം -4 × ഫസ്റ്റ് ലൂപ്പ് എടുക്കുമ്പോൾ I1 - I2. അപ്പോൾ ആ ലൂപ്പ് കംപ്ലീറ്റ് ആയി. ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 20 -10 I1 -4 I1 is -14 I1. -4 × -I2 is +4 I2. 4
ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 14I1 മൈനസ് 4I2 ഈസ് ഈക്വൽ ടു 20. 20 അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ -4I1 പ്ലസ് 4I2 ഈക്വൽ ടു -20 എന്ന് വരും. എല്ലായിടത്തും നമ്മൾ മൈനസ് ക്യാൻസൽ ചെയ്യുമ്പോൾ 14I1 മൈനസ് 4I2 ഈക്വൽ ടു 20 എന്ന് വരും. ഇതിനെ വേണമെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7I1 മൈനസ് 2I2 ഈസ് ഈക്വൽ ടു 10. അപ്പോൾ നമുക്ക് ആദ്യത്തെ KVL കിട്ടി. Now we can apply KVL to മെഷ് BCDE. BCDയിലേക്ക് അപ്ലൈ ചെയ്യാം. 12 വോൾട്ടിന്റെ നെഗറ്റീവിലേക്കാണ് I2 വരുന്നത്. അപ്പോൾ +12. 8 കൂടെ പോകുന്ന കറണ്ട് I2 മാത്രമേ ഉള്ളൂ. അപ്പോൾ -8I2 മൈനസ് 4 ഇൻറ്റു രണ്ടാമത്തെ മെഷ് കൺസിഡർ ചെയ്യുമ്പം I2 വലുതാക്കി എടുക്കണം. അപ്പോൾ I2 മൈനസ് I1, 4 ഇൻറ്റു I2 മൈനസ് I1 ഈസ് ഈക്വൽ ടു 0. അതായത് 12 മൈനസ് അല്ലെങ്കിൽ -4 ഇൻറ്റു -I1 ഈസ് +4I1 -8I2 -4I2 ഈസ് -12I2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3 പ്ലസ് I1 മൈനസ് 3I2 ഈക്വൽ ടു 0, അല്ലെങ്കിൽ I1 മൈനസ് 3I2 ഈക്വൽ ടു -3. ദിസ് ഈസ് ഇക്വേഷൻ 1, ദിസ് ഈസ് ഇക്വേഷൻ 2. അപ്പോൾ നമുക്ക് നേരിട്ട് ഇവിടെ അതിൻ്റെ മെട്രിക്സ് എഴുതാം. ഫസ്റ്റ് ഇക്വേഷനിൽ വരുന്ന കോഎഫിഷ്യൻസ് 7ഉം -2ഉം, രണ്ടാമത്തിൽ വരുന്ന കോഎഫിഷ്യൻസ് 1ഉം -3ഉം ഇൻറ്റു I1 I2 ഈസ് ഈക്വൽ ടു ഫസ്റ്റത്തിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 10, രണ്ടാമത്തിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് -3. അപ്പോൾ നമ്മൾ ആ തന്നിരിക്കുന്ന ഇക്വേഷൻ 1നെയും ഇക്വേഷൻ 2നെയും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതി. കോഎഫിഷ്യൻസ് എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇക്വേഷനിലുള്ള I1ൻ്റെയും I2ൻ്റെയും കോഎഫിഷ്യൻസ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇക്വേഷൻ്റെയും വലതു ഭാഗത്തുള്ള വാല്യൂസ് 10ഉം -3. അപ്പോൾ നമുക്ക് ഡെൽറ്റ കാണാം. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 7 -2 1 -3, which is equal to 7 into -3 minus 1 into -2. അപ്പം -21 plus 2 എന്ന് പറയുമ്പം നമുക്ക് -19 കിട്ടും. ഇനി ഡെൽറ്റ 1 കാണാം. ഡെൽറ്റ 1 കാണുന്ന സമയത്ത് 7 1 എന്ന ഫസ്റ്റ് കോളം എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? 10 -3 വെച്ച് റീപ്ലേസ് ചെയ്യണം. സെക്കൻഡ് കോളം -2 -3, which is equal to 10 into -3 minus -2 into -3. അപ്പോൾ -30 -6, which is -36. തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഡെൽറ്റ 2 സെക്കൻഡ് കോളം റീപ്ലേസ് ചെയ്യുക. ഫസ്റ്റ് കോളം അതുപോലെ തന്നെ 7 1, സെക്കൻഡ് കോളം ആയിരിക്കും 10 -3, which is equal to 7 into -3 minus 10 into 1. അപ്പം -21 -10, which is -31. So your I1 will be delta 1 divided by delta. Delta 1 is -36. Your delta is -19. So 36 by 19, 2.05 amperes. Similarly, I2 is delta 2 divided by delta. Delta 2 is -31. Delta is -19. So 31 by 19, 1.63. So you got the value for I1, you got the value for I2. Question എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? I1 കണ്ടുപിടിക്കാനാണ്. So current flowing through 10 ohm resistor is, so the answer is current through
10 ohm is equal to I1, which is equal to 2.05 amperes. That's the final result. ഇപ്പം നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് ഈ ഒരു സ്പീഡിൽ എക്സാമിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കണം. ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് തരും നിങ്ങൾക്ക്. അത് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടി വരും. അതുകൂടാതെ തന്നെ ഞാനിത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ ഇതിനകത്ത് നോക്കുക എങ്ങനെയാണിത് ചെയ്തതെന്നുള്ളത്. ടെക്സ്റ്റ് ബുക്കിലും ഇതുപോലെ തന്നെ നോക്കുക. സോ this is the way in which we are doing problems. So any doubts? സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് എല്ലാം ഒരുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും നിർത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ പ്രോബ്ലം ആയതുകൊണ്ട് നിങ്ങൾ ചെയ്തും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫുള്ള് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. സ്റ്റെപ്സ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ടേക്ക് ദ അറ്റൻഡൻസ്. ഞാൻ പേര് വിളിക്കാം. നിങ്ങൾ പ്രസന്റ് ആണെങ്കിൽ പ്രസന്റ് എന്ന് പറയാം. അഭിജിത്ത് കെ എ, അഭിജിത്ത് വി എസ്, അഭിഷേക് ഉണ്ണികൃഷ്ണൻ, അഭിഷേക് വി, അഭിഷേക് വിജയൻ, ഇതെന്താ ആരുമില്ലേ? ആദിത്യ പി എസ്, ആദിത്യ കൃഷ്ണ, അജീഷ്, അജിൽ, അജിത്ത് എം എം, അജോഷ് ജോൺസൺ, ആകാശ് പ്രസന്റ് സർ, ആകാശ് സാബു, അക്ബർ അലി, പ്രസന്റ് സർ, അക്ഷയ് ഇ ആർ, അക്ഷയ് ജോഷി,